വണ്ടി നിൽക്കും, പിന്നെ നാട്ടുകാരെ കൂടി പുള്ളി ചെയ്യാൻ പുഷ് ചെയ്ത് അത് അന്നേരം വണ്ടി സ്റ്റാർട്ടായി പോകും. ഇതെല്ലാവരും വണ്ടി മുന്നോട്ട് പോകില്ല. ഇതായിട്ട് ഒരു പുള്ളി. അപ്പൊ അങ്ങനെ ഒരു വണ്ടി വാങ്ങി 30,000 രൂപയ്ക്ക് വണ്ടി വാങ്ങി. അപ്പൊ അതിന്റെ ശല്യം സഹിക്കാൻ വയ്യാതെ കുറച്ചേ പറ്റത്. അത് എന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ എന്നെ അഭിമാനമാണ്. കാണുന്നത് അറിയാം, ഞാൻ ചെന്നുള്ളത് രാജാവിനായിട്ട് കാണുന്ന പോലെ ആളുകളൊക്കെ മാറി തരും. കാരണം ഞാൻ മാർക്കറ്റിൽ കണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്യും മാറും. കാരണം വണ്ടി തള്ളാൻ കുറച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി സ്റ്റാർട്ടാവും, അപ്പൊ എല്ലാവരും ചെയ്യും മാറി നിൽക്കും വണ്ടി തള്ളാൻ പഠിച്ചിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ബഹുമാനം കിട്ടിയ ഒരാളാണ്. പിന്നെ അതിനുശേഷം ഞാൻ വേറെ വണ്ടി കോടയ്ക്കുള്ള വണ്ടി എടുത്ത് കുറച്ചുകൂടി പൈസ കൂട്ടിയിട്ട് 70,000 രൂപ. അപ്പൊ കാർ എടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ നമ്മൾ സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുന്നത് അല്ലേ. അപ്പൊ കാർ എടുത്തു. ഇതുപോലെ തന്നെ പുള്ളിക്ക് കുറച്ച് കുറവാണ്. കാരണം മറ്റേത് 3 കിലോമീറ്റർ അല്ലെങ്കിൽ 7 കിലോമീറ്റർ പോയാലാണ് നിൽക്കുക. അത് പരുവത്തിലായിരുന്നു. പക്ഷെ അങ്ങനെ ആ ഒരു വാഹനത്തിൽ ഞാൻ മാനേജർ ദിവസം മഴ പെയ്തപ്പോൾ മാനേജറുടെ വീട്ടിലേക്ക് കൊണ്ടാക്കി. ആ വാഹനത്തിൽ എന്റെ ഗഡ്സുകൾ ആലോചിക്കണം. മാനേജർ വീട്ടിലേക്ക് ഉണ്ടാക്കി. അപ്പൊ മാനേജർ വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പൊ മാനേജറുടെ വീട്ടില് ഒരു സാധാരണ എംപ്ലോയീസിന്റെ വീട്ടിലൊക്കെ ഉണ്ടാവും ഒരു വണ്ടി ഉണ്ടാവും. അതിന് ബിസിനസ്സുകാരുടെ വീട്ടിലും എംപ്ലോയീസിന്റെ വീട്ടിലുള്ള വണ്ടിക്ക് ഒരു പ്രത്യേകത എന്താ പറയുക. ബിസിനസ്സുകാരുടെ വീട്ടിലുള്ള വണ്ടിക്ക് എഴുതുന്നില്ല. അതെന്ത് ചെയ്തു എപ്പോഴും ചളി പിടിച്ച് പൊടി പിടിച്ചിട്ടൊക്കെയാണ്. എന്താ കാരണം എപ്പോഴും ഞാനാ. പക്ഷെ എംപ്ലോയിയുടെ വീട്ടിലെ വണ്ടി നല്ല കഴുകി കുട്ടപ്പനാക്കി വെച്ചു. പക്ഷെ എന്താണ് കാണാൻ പറ്റില്ല, അതൊരു കവറിന്റെ ഉള്ളിലാവും. ആണോ അല്ലേ കണ്ട് പുറത്താക്കലില്ല അല്ലേ. റിലേറ്റീവ് പറഞ്ഞത് പറഞ്ഞപ്പോ എന്റെ മാനേജറെ വണ്ടിയാണ്. കാരണം അദ്ദേഹം അത് കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ട് ഇദ്ദേഹം ഒരു കവറിന്റെ വേണ്ടി കവർ എംപ്ലോയീസിന് വേണ്ടി എടുത്തതാണ്. അപ്പോ കവറിന്റെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, സാറിന് കയ്യിൽ വണ്ടി ഉണ്ടല്ലോ, വാഹനം ഉണ്ടല്ലോ, സാറിന് വന്നാൽ പോലെ ഏതാ വാഹനം ചോദിച്ചു. മാരുതി ആൾട്ടോ 800 ആൾട്ടോ, മാരുതി ആൾട്ടോ 800. അപ്പൊ ചോദിച്ചു സാറിന് അതൊക്കെ ഇതിൽ വന്നാൽ പോലെ, സാറ് ഡ്രൈവിംഗ് ആണ് ഇരുന്ന വരാത്ത അതൊക്കെ ചിലവല്ലേ പെട്രോൾ അടിക്കാൻ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഇദ്ദേഹം മാനേജറാണ്, റിട്ടയർഡ് ആവാൻ 2 വർഷം, ഞാൻ ആ ബാങ്കിലെ സ്റ്റാഫാണ്. അപ്പൊ റിട്ടയർഡ് ആവാൻ ഇത്രയും കാലം പണിയെടുത്തിട്ട് ഇയാൾ വാങ്ങിയത് മാരുതി 800 ആണ്. ഇദ്ദേഹത്തിന് ഇത് പെട്രോൾ അടിക്കാൻ പൈസ ഇല്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ ബാങ്കിൽ ഇരുന്നുകൊണ്ട് ഒരു BMW മെഡ്സൊക്കെ വാങ്ങുന്നത്? നിങ്ങൾ ആലോചിച്ചോളൂ, പറ്റുമോ? ഇല്ല. ആ ഒരു തിരിച്ചറിവാണ് വെസ്റ്റിജ് വരാനുള്ള കാരണം. പക്ഷെ ഈ ബസ്സിൽ വന്ന സമയത്തും നമുക്കറിയാം, നമ്മൾ ജോലി ചെയ്തുകൊണ്ട് ഞാൻ ബസ്സിൽ ചെയ്തുകൊണ്ട് ജോലിക്കൊപ്പം തന്നെ. പക്ഷെ അപ്പോഴും നമ്മൾ ജോലിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കാരണം എന്താ, അവിടെ ബോസ് ഉണ്ട്, ഇവിടെ ബോസ് ഇല്ല അല്ലെ. അവിടെ ചോദിക്കാനും പറയാൻ ആളുണ്ട്, ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. അപ്ലൈ ചോദ്യം ചെയ്യാൻ പറ്റുമോ? നമ്മൾ പ്ലാൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ പറ്റിക്കാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ എളുപ്പമുള്ള വ്യക്തിയാണ് നമ്മൾ അപ്ലൈനാണ്. നിങ്ങൾ തോന്നിയിട്ടുണ്ടോ? കാരണം അതാ, ഇന്ന് നിങ്ങൾ ഇന്ന് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഞാൻ പനി പിടിച്ച് കിടക്കണം, നമ്മളടുത്ത് TV ആണ്, നമ്മളെന്തെങ്കിലും പനി പിടിച്ച് കിടക്കുകയാണ്. അതെ, അത് 2 ജോലി അമ്മയെടുത്ത് കഴിക്കുന്നത് അമ്മയെ പറഞ്ഞു കഴിച്ചു അല്ലേ. പറ്റിക്കാൻ ഏറ്റവും കൂടുതൽ ഭൂമി കഴിക്കണം അമ്മയെ. ഞാനത് ചെയ്തുള്ള ആളാണ്, അതൊന്നും പറയാൻ കാരണം പറയാൻ പറ്റിയിട്ടുണ്ടോ സാധനം. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ വിജയത്തിൽ ലേറ്റ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ എവിടെ നമ്മൾ നിർത്തിയത്? മാനേജർ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ അവിടുന്ന് ആ ഒരു കാർ എടുക്കാന്നുള്ള ആഗ്രഹം. അപ്പൊ അങ്ങനെ ബാങ്കിൽ ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടായില്ല. ബാങ്ക് ജോലിയോട് കുഴപ്പം ചെയ്തു. പക്ഷെ ഇറങ്ങാൻ തീരുമാനിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കഥ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഒരു ഫാൽക്കൺ പക്ഷിയുടെ കഥ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് ആരും കഥ പറഞ്ഞു തരാണത്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരം ഞാൻ കുറെ കഥകൾ പറഞ്ഞതാണ്. കുറെ ഇതാണ് പൊട്ടക്കഥകളാണ്. എന്നാലും കേൾക്കുമ്പോഴത്തേക്ക് തോന്നിയാലോ വെച്ചിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു രാജാവിന് 2 ഫാൽക്കൺ പക്ഷികളെ കുഞ്ഞുങ്ങളെ ഒരാളെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. അപ്പൊ കുഞ്ഞുങ്ങളെ ഇദ്ദേഹത്തിനാണെങ്കിൽ ഈ പക്ഷി മൃഗാദികളെ ഭയങ്കര ഇഷ്ടമാണ് രാജാവ്. അപ്പൊ രാജാവ് ഇതിനെ വളർത്താൻ വേണ്ടിയിട്ട് അവിടെ പക്ഷികളെ മൃഗങ്ങളൊക്കെ നോക്കുന്നതാണ് അയാളെ ഏൽപ്പിച്ചു. 2 പക്ഷികളും വളർന്നു വലുതായി. അപ്പൊ ഒരു ദിവസം ഇയാൾ വന്നൊരു രാജാവിനടുത്ത് വന്നു. രാജാവ് ചോദിച്ചു, എങ്ങനെയുണ്ട് നമ്മുടെ ഫാൽക്കൺ കുഞ്ഞുങ്ങൾ, എങ്ങനെയുണ്ട്, പറക്കാനൊക്കെ തുടങ്ങിയോ? രാജാവെ പറക്കാൻ തുടങ്ങിയിട്ടുണ്ട്, 2ഉം പറക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് മാത്രമേ ഉയരത്തിൽ പറക്കുന്നുള്ളൂ, മറ്റേത് വല്ലാതെ പറക്കുന്നത് ഉയരത്തിൽ പറക്കുന്നില്ല എന്നാണ്. ഒന്ന് മടിയനാണോ സംശയം. അപ്പൊ